നമസ്കാരം. ഇസ്രായേലും ഹമാസ് തീവ്രവാദികളും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറേണ്ട അവസാന ദിവസം ഇന്നാണ്. എന്നാൽ അതിന് തൊട്ട് മുമ്പ് ഇസ്രായേലിന് ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലെബനനിൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അവയിൽ ഏറ്റവും പ്രധാനമായിരുന്നു, ലെബനനിൽ പൊതുവെ ഹിസ്ബുള്ളയ്ക്കാണ് ആധിപത്യമെങ്കിലും ഹമാസ് തീവ്രവാദികളും അവിടെ നുഴഞ്ഞു കയറി അവരുടേതായ ഒരു താവളങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു മുഹമ്മദ് ഷഹീൻ. അതായത് ലെബനനിലെ ഹമാസിൻ്റെ ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് ഷഹീനായിരുന്നു. ഇസ്രായേലിലേക്ക് നിരന്തരമായി ലെബനനിൽ നിന്ന് ഹമാസ് തീവ്രവാദികൾ റോക്കറ്റുകളും ചെറിയ മിസൈലുകളും എല്ലാം അയക്കുന്നതിന് നേതൃത്വം കൊടുത്തതും അതിൻ്റെ സാങ്കേതിക വിഭാഗങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്തിരുന്നതും മുഹമ്മദ് ഷഹീൻ എന്ന ഈ കൊടും ഭീകരനായിരുന്നു. എത്രത്തോളം ഇസ്രായേൽ പൗരന്മാരെ കൊന്നുതള്ളാമോ അത്രയും തനിക്ക് ചെയ്യണം എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഇയാൾ ലെബനനിലേക്ക് കയറി അവിടെ നിന്ന് ഇസ്രായേലിലേക്ക് നിരന്തരം ആക്രമണം ആരംഭിച്ചത്. ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറുന്നതിന് മുമ്പ് ഇയാളെ വധിച്ചിരിക്കുകയാണ്. പിന്മാറുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് മുഹമ്മദ് ഷഹീനെ വധിച്ച വിവരം ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇക്കാര്യം ഹമാസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഷഹീൻ ഒരു കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇയാൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. കാർ പൂർണ്ണമായും നാമാവശേഷമായിട്ടുണ്ട്. അത്രയും ശക്തമായ തോതിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ വ്യോമസേന ഇയാൾക്ക് നേർക്ക് നടത്തിയത്. യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് ഇയാൾക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതെന്നും പറയപ്പെടുന്നുണ്ട്. ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും മുഹമ്മദ് ഷഹീൻ എന്ന തങ്ങളുടെ ചിരകാല ശത്രുവിനെ കൂടി ലെബനിൽ നിന്ന് പിൻവാങ്ങുന്നതിന് മുമ്പ് വധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യത്തിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം. ഹമാസിൻ്റെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ ഇസ്മായിൽ ഹനി ആകട്ടെ അതല്ലെങ്കിൽ യാഹ്യ സിൻവർ ആകട്ടെ ഇവരെല്ലാവരെയും തന്നെ നേരത്തെ ഇസ്രായേൽ വധിച്ചിരുന്നു. അതുപോലെ ഇസ്രായേൽ വധിച്ച ചില നേതാക്കൾ കൊല്ലപ്പെട്ടു വന്ന കാര്യം ഈയിടെയാണ് ഹമാസും വെളിപ്പെടുത്തിയത്. അതുപോലെ ഹിസ്ബുള്ളയുടെ ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇസ്രായേൽ ഇതിനോടകം വധിച്ചിരുന്നു. എന്നാൽ മുഹമ്മദ് ഷഹീനെ പോലെയുള്ള ചില ഹമാസ് നേതാക്കൾ മറ്റു രാജ്യങ്ങളിലേക്ക് ഒളിച്ചു കയറി അവിടെ ഒളിവ് കേന്ദ്രങ്ങളിലിരുന്ന് സുരക്ഷിതമായി ആക്രമണം നടത്തുകയായിരുന്നു. മാത്രമല്ല ഹിസ്ബുള്ളയുടെ സഹായവും ഇയാൾക്ക് യഥേഷ്ടം ലഭിച്ചിരുന്നു. ഇസ്രായേൽ സൈന്യം ലെബനനിൽ നിന്ന് പിന്മാറുന്നതിന് മുന്നോടിയായി ഹിസ്ബുള്ളയുടെ പല പ്രധാന താവളങ്ങളും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അവർ തകർത്തിരുന്നു. പലതും ഭൂമിക്കടിയിൽ തുരങ്കങ്ങളുണ്ടാക്കിയാണ് ഇവർ ആയുധ സംഭരണവും മറ്റും നടത്തിയിരുന്നത്. മുഹമ്മദ് ഷഹീനെ പോലുള്ള ഹമാസ് നേതാക്കളും ഹസൻ നസറുള്ളയെ പോലുള്ള ഹിസ്ബുള്ള നേതാക്കളുമൊക്കെ ചേർന്ന് കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്ന് അറിയപ്പെട്ടിരുന്ന ലെബനൻ എന്ന അതിമനോഹരമായ രാജ്യത്തെ ഒരു ശവപ്പറമ്പായി മാറ്റുകയായിരുന്നു. അവിടുത്തെ നിരപരാധികളായ ജനങ്ങളെ ബന്ദികളാക്കി ഫലത്തിൽ ഇവർ ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തുകയായിരുന്നു. മാത്രമല്ല ഹമാസിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ വീടുകൾ തോറും കയറി ഇറങ്ങി അവിടെ താമസിച്ചിരുന്ന സാധാരണക്കാരായ ആളുകളെ ഭീഷണിപ്പെടുത്തി അവരുടെ വീടുകളിൽ അവരുടെ വീടിൻ്റെ വരാന്തയിലും അടുക്കളയിലും എല്ലാം തന്നെ മിസൈലുകളും അതുപോലെ റോക്കറ്റുകളും ബോംബുകളും എല്ലാം തന്നെ സ്ഥാപിച്ചിരുന്നു. ഇവർക്ക് ആരെങ്കിലും എതിരെ പറഞ്ഞാൽ ആ സെക്കൻഡ് അവർക്ക് നേരെ ആക്രമണം നടത്തും എന്ന ഭീഷണിയും ഈ രണ്ട് സംഘടനകളും നടത്തിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവിടുത്തെ പാവപ്പെട്ട ജനം ഇസ്രായേലിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അത് സഹിക്കേണ്ട അവസ്ഥ വന്നിരുന്നത്. ഏതായാലും മുഹമ്മദ് ഷഹീനെ കൂടി വധിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനിൽ നിന്ന് പിൻവാങ്ങുന്നത് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കഴിഞ്ഞ നവംബറിലാണ് വെടിനിർത്തൽ കരാർ അവസാനിക്കേണ്ടത്, വീണ്ടും അത് നീട്ടുകയായിരുന്നു. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായും ഏതാണ്ട് ഇല്ലാതായ അവസ്ഥയിലാണ് ഇപ്പോൾ. ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിനൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ടിരുന്നു. ലെബനനിൽ പേജർ സ്ഫോടനമൊക്കെ നടത്തി നിരവധി പേരെയാണ് ഇസ്രായേൽ വധിച്ചത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ ശക്തി ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി എന്ന് തന്നെ പറയാം. ഹമാസ് എന്നാൽ അങ്ങനെയല്ല. ഹമാസ് കുറച്ചുകൂടി വിപുലമായൊരു സംഘടനയാണ്. ഗാസയിൽ ഇപ്പോഴും അവർക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ലെബനനിലും അവിടുത്തെ സർക്കാർ അന്ന് നൽകിയിരുന്ന സഹായങ്ങൾ ഉപയോഗിച്ച് അവർ അവിടെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനും ശ്രമിച്ചത്. ഏതായാലും മുഹമ്മദ് ഷഹീനെ കൂടി വധിച്ചതോടുകൂടി ഇസ്രായേൽ വലിയൊരു ദൗത്യം കൂടി പൂർത്തിയാക്കിയിട്ടാണ് തെക്കൻ ലെബനിൽ നിന്ന് പിൻവാങ്ങുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഇസ്രായേലിനെ പെട്ടെന്ന് തോൽപ്പിക്കാൻ ഹിസ്ബുള്ളയ്ക്കോ ഹമാസിനോ ഇറാനോ ഒന്നും തന്നെ കഴിയുകയില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ഇസ്രായേൽ പറയുന്നത് ഇറാനിൽ നിന്നുള്ള സഹായം യഥേഷ്ടം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് ഷഹീൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയിരുന്നത് എന്നാണ്. ഏതായാലും ഇറാനും ഇക്കാര്യം ഇത്രയും നേരം വരെയും സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടുമില്ല.